100 വർഷം അടഞ്ഞു കിടന്ന മുറിയാണെങ്കിലും 100 വർഷം ഇരുട്ടാണെങ്കിലും ഒരു നിമിഷത്തെ പ്രകാശം കൊണ്ട്, ഒരു നിമിഷത്തെ തിരിതെളിക്കൽ കൊണ്ട് പ്രകാശമുണ്ടാകും. ഇന്നലകളിൽ നാം എന്തായിരുന്നു നാം ചിന്തിക്കരുത്. നാം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. സമൂഹത്തിൻ്റെ ഭാഗമായി, വ്യക്തിപരമായി ഒരുപാട് കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. അതെല്ലാം ഇന്നലകൾ, അത് കഴിഞ്ഞു. അതെല്ലാം ഇരുട്ടിൻ്റെ യുഗമായിരുന്നു, ഇരുട്ടിൻ്റെ അറകളായിരുന്നു. അത് മാറ്റിവെക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. നല്ല തീരുമാനമെടുത്താൽ തീർച്ചയായും എന്ത് കൊണ്ടുവരും, നമ്മെ തേടിയെത്തും. ഇരുട്ട് മാറി പ്രകാശം വരിക തന്നെ ചെയ്യും. നൂറ്റാണ്ടുകളോളം ഇരുട്ടിൽ കിടന്നവർ ഒരു നിമിഷത്തെ ഒരാളിൻ്റെ, ഒരു വ്യക്തിയുടെ ഒരു പ്രസംഗം, ഒരു പ്രഭാഷണം, ഒരു ക്ലാസ്, ചിലപ്പോൾ ഒരു പുതിയ പുസ്തകം വായിക്കുക, പുതിയ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നിമിഷത്തിലായിരിക്കും നമ്മളിലെ പ്രകാശമുണ്ടാകുന്നത്. ആ പ്രകാശത്തെ വളർത്തിയെടുക്കണം. ചെറിയ മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാത്ത ആരുമില്ല. ആ നുറുങ്ങുവട്ടത്തെ വലിയ തീജ്വാലയാക്കി മാറ്റണം. ഇവിടെ വന്നത് അടങ്ങി ഒതുങ്ങി എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു പോകാനല്ല, കുതിരയെപ്പോലെ അശ്വമേധയാഗം നടത്താൻ തന്നെയാണ്, പടയോട്ടത്തിന് തന്നെയാണ്. പരുന്തുകളെപ്പോലെ മഴമേഘങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിക്കണം. മനസ്സുകൊണ്ട് അനന്തവിഹായസിലേക്ക് പോകാൻ മനുഷ്യർക്ക് കഴിയണം. തീർച്ചയായും അങ്ങനെയൊക്കെ മനുഷ്യൻ വലുതായി ചിന്തിച്ച് പോകുന്നതാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ മന്ത്രം. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ ദുഃഖങ്ങളുടെ പുറകെ സഞ്ചരിക്കാതെ, വെറുപ്പുകളുടെ പുറകെ പോകാതെ, ഇരുട്ടിൻ്റെ പുറകെ പോകാതെ, പ്രകാശം തേടി നടക്കാതെ സ്വയം പ്രകാശിക്കാൻ തീരുമാനിക്കുക. നിങ്ങൾ പ്രകാശം തേടുന്നവരാകരുത്. നമ്മൾ പ്രകാശം ഉള്ളിൽ തെളിക്കുന്നവരാകണം. പ്രകാശത്തെ കിട്ടിയാൽ അത് പിടിച്ചുയരാനും നമുക്ക് കഴിയണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മനുഷ്യൻ മാനവനായത് ഈ പ്രകാശത്തിലൂടെയാണ്. ഈ പ്രകാശം ഉള്ളിൽ നിന്നുണ്ടാകേണ്ടതാണ്. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമായ കാര്യമാണ്. അങ്ങനെ തന്നെ ചിന്തിക്കുക. മനുഷ്യർക്ക് അത് കഴിയും. ഇരുട്ടിനെ മറയ്ക്കുവാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റാണ്ടുകളുടെ ഇരുട്ടിനെ, വർഷങ്ങളുടെ ഇരുട്ടിനെ, ഒരു പ്രദേശത്തിൻ്റെ ഇരുട്ടിനെ, ഒരു നാടിൻ്റെ ഇരുട്ടിനെ മറയ്ക്കുവാൻ ഒരു വ്യക്തിയുടെ, ഒരു കൂട്ടം ആളുകളുടെ പ്രകാശത്തിന് കഴിയും. ചരിത്രം മുഴുവൻ അങ്ങനെയാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്വയം പ്രകാശിക്കുക, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുക.